അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചീരയൊക്കെ നടാറുണ്ട്. അപ്പോൾ ചീര വിത്ത് നമ്മൾ പൊതുവെ കടയിൽ നിന്നാണ് വാങ്ങി സൂക്ഷിക്കാറുള്ളത്. എന്നാൽ പിന്നെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്ന ചീര വിത്തിന് വേണ്ടി നിർത്തിയിട്ട് അത് വിത്താക്കിയിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് യൂസ് ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ബൾക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഏരിയയിൽ നമ്മൾ ചീര വിത്ത് നിർത്തിയിട്ട് അത് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു 4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചീരയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല കേട്ടോ, അവൻ ഈ ചീര വിത്ത് തല്ലി പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നതാണ് വ്ളാത്താങ്കര ചീര. അപ്പോൾ വ്ളാത്താങ്കര ചീരയുടെ വിത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മളെ ആവശ്യത്തിനും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചീരച്ചെടികളൊക്കെ വളർത്തുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഒരു തവണ ചീര വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷത്തേക്കുള്ള ചീര വിത്ത് തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ല വലിപ്പമൊക്കെ ഉള്ള വ്ളാത്താങ്കര ചീരയാണ് ഈ നിൽക്കുന്നത്. ഇതെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടായ വിത്തിനകത്തുനിന്ന് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള ചീരച്ചെടികളാണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ അടിപൊളി ഭംഗിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ വ്ളാത്താങ്കര ചീര വളർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എന്താ ഈ നിൽക്കുന്ന വിത്തുകൾ കണ്ടോ, ഇത് ഏകദേശം ഒരു 5 മാസം ഞാനൊരു വിളവെടുത്ത ഏരിയ ആയിരുന്നു ഇവിടുന്ന്. ചീര വെട്ടിയ ഏരിയയാണ്. ഇപ്പോൾ അത് വിത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി നിർത്തിയേക്കുവാണ്. നമ്മൾ വ്ളാത്താങ്കര ചീര കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ചീരയ്ക്കകത്ത് പൂ വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ആ ചീര മാറ്റുന്നതാണ് പതിവ്. അങ്ങനെ ഞാൻ നിർത്തിയിട്ടുള്ളൊരു ബെഡായിരുന്നു ഇത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചീര വിത്തിന് വേണ്ടിയിട്ട് ചീര നല്ല പാകമായിട്ടുണ്ട്. ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചീര വിത്തിന് വേണ്ടിയിട്ട് ഈ ചീരകളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വലിപ്പമുള്ള അതിന് തന്നെ നല്ല ഉണങ്ങിയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ചെടികളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ചീരയുടെ വിത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി നിർത്താറുള്ളതും വിത്ത് കളക്ട് ചെയ്യുന്നതും. അപ്പോൾ ഇത് കണക്ക് നല്ല കറുത്ത മണിമണിയായിട്ട് വിത്ത് ആകുമ്പോഴത്തേക്കാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് ചീര വിത്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്തല്ല, നമ്മൾ ചെടികൾ വെട്ടി അത് മാറ്റി ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൃഷിയിടത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഞാനും ഒക്കെ എല്ലാവരും ചേർന്നിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്തൊരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല. അതിൻ്റെ ഒരു ആയാസമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സന്തോഷമായിട്ടാണ് ഞങ്ങൾ എല്ലാ ജോലികളും ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഈ കൃഷിയിടത്തു നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അച്ഛൻ ഇതേ കണക്ക് വെട്ടി വെച്ചിട്ടുള്ള ചീരകൾ നേരെ ടാർപോളിനകത്തോട്ട് കൊണ്ടിടുകയാണ്. നമ്മൾ ഇതേ കണക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ടാർപോളിൻ വിരിച്ചതിന് ശേഷം അവിടെയാണ് ഈ ചീരച്ചെടികൾ ഉണക്കാൻ വേണ്ടി ഇടുന്നത്. ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വെയിൽ കിട്ടേണ്ട ഒരു ദിവസമാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്തിട്ടായിരിക്കും ഈ ചീര വിത്തുകൾ ഉണക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 10-30 കിലോയോളം ചീരച്ചെടിയും വിത്തും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ടാർപോളിനകത്തോട്ട് വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കടന്നു പോകുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിടണം. എങ്കിൽ മാത്രമേ ചീര വിത്ത് പെട്ടെന്ന് ഉണങ്ങി വരത്തുള്ളൂ. അത് കണക്ക് അല്ലാത്ത പക്ഷം ഇതിനകത്ത് ചീര അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളത്തിൻ്റെ അംശം ഇറങ്ങാനും അതിനകത്ത് ഈർപ്പം നിൽക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ടാർപോളിനകത്ത് നമ്മൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. അങ്ങനെ കൃത്യം 4 ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഈ ചീരയുടെ വിത്ത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ദിവസം നല്ല വെയിലുള്ള സ്ഥലത്തും പിന്നീടുള്ള 3 ദിവസം എന്ന് പറയുന്നത് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്ത് വിട്ടാണ് ഈ ചീര വിത്ത് നമ്മൾ ഉണക്കിയെടുക്കാറുള്ളത്. അങ്ങനെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ ചീര വിത്തുകൾ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോഴിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ചീര വിത്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഒരുവിധം സീഡ്സ് എല്ലാം ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ സെപ്പറേറ്റ് ആവും. പിന്നീടുള്ള സീഡ്സ് നമ്മളിതുപോലെ കാലുകൊണ്ട് മെതിച്ചും പിന്നെ കൈകൊണ്ട് ക്രഷ് ചെയ്തൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. മാക്സിമം സീഡ്സും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സീഡും നമുക്ക് ഈ ചീരച്ചെടിക്കകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നീട് കാറ്റുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്കിത് എളുപ്പം പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. മുമ്പൊക്കെ മുറ ഉപയോഗിക്കരുത്. മുറ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചട്ടിക്കകത്തിട്ടിട്ട് ഇത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ കാറ്റുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ചീരവിത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിനകത്തുള്ള ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഈ കാറ്റത്ത് തന്നെ പറന്നൊഴിവാകും. വിത്ത് സെപ്പറേറ്റ് ആവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ഞങ്ങൾ ചീരവിത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതേ കണക്ക് കാറ്റത്ത് പറത്തി കഴിഞ്ഞാലും ചീരവിത്ത് ഒരു സൈഡിലോട്ട് വീഴും. ഇതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള പൊടിയും എല്ലാം വേറെ പറന്നു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതണക്ക് വാ കൊണ്ട് ഊതിയും ഇതണക്ക് കാറ്റില്ലാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീര വിത്ത് സെപ്പറേറ്റ് ആയിട്ട് വരും. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സീഡ് ഉണ്ടായത് കൊണ്ട് നമുക്കിത് ഒരുപാട് നേരം ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് പുറത്ത് വെക്കാൻ കഴിയില്ല. മാക്സിമം ഉണക്കി ബോട്ടിലുകളിനകത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ ചീര വിത്ത് മൊത്തം സെപ്പറേറ്റ് ചെയ്തത്. ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു പരിപാടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. അപ്പോൾ ഒരുപാട്
കഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ പൊടിയുണ്ട്, വെയിലുണ്ട്. പിന്നെ ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് കാറ്റുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് സാധനങ്ങളെല്ലാം എന്ന് വെച്ചാൽ മിക്സായി കിടക്കുന്ന എല്ലാ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ചീരയുടെ സീഡ്സ് ഇതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ചീര വിത്ത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ജോലിക്കിടയിൽ ഒരുപാട് രസകരമായിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം അടുത്ത തന്നെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സൗണ്ട് ഈ വീഡിയോയിൽ വരുന്നുണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ സെപ്പറേറ്റ്ലി ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചീരവിത്ത് നമുക്ക് ഒരു വിധമൊക്കെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചീര വിത്തുകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നും കൂടെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അത് പിന്നീട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോഴും ഞങ്ങൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഈ ചീരവിത്തെല്ലാം നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മളെ വീടുകളിൽ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീരവിത്ത് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കണക്ക് സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ വീട്ടിൽ നല്ല രീതിയിൽ എയർ ടൈറ്റുള്ള ടിന്നിനകത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ആ ചീരവിത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ചീരവിത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത് എനിക്കൊരു പുതുമയുള്ളൊരു കാര്യമല്ലെന്നുണ്ടെങ്കിലും കാണുന്ന നിങ്ങൾക്കിതൊരു പുതുമയുള്ളൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊരു നന്ദിയാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ബാക്കി വരുന്ന ചീരയുടെ വേസ്റ്റ് എന്ത് ചെയ്യുന്നത്? അത് നോർമലി നമ്മൾ ചെടിയൊക്കെ പുതയിടാനും കമ്പോസ്റ്റ് ചെയ്യാനും കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കണ്ടന്റ്സ് ആണ് എൻ്റെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്കിന് എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഉണ്ട്, അതും ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.